നമസ്കാരം. IT നഗരമായ ബംഗളൂരുവിനെ നടുക്കിയ ഇരട്ട സഹോദരിമാരുടെയും മാതാപിതാക്കളുടെയും കൂട്ടക്കൊലപാതക കേസിൽ പിടിയിലായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ശ്വേതയുടെ മൊഴി പുറത്ത്. സ്വന്തം പെറ്റമ്മയും ഭർത്താവും അനിയത്തിയും ചോരയിൽ കുളിച്ച് കിടക്കുമ്പോഴും ഒരു തുള്ളി കണ്ണുനീർ പോലും പൊഴിക്കാതെ താൻ ചെയ്തത് ക്രൂരതയല്ല, മറിച്ച് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണെന്നാണ് ഈ 24-കാരി പോലീസിനോട് വിളിച്ചു പറഞ്ഞത്. ബംഗളൂരു KR പുരത്തെ ഫ്ളാറ്റിൽ വെച്ച് സോമസുന്ദർ, ഭാര്യ മുത്തുലക്ഷ്മി, ഇളയ മകൾ സുപ്രിയ എന്നിവരെ വെട്ടുകത്തി കൊണ്ട് വെട്ടിപ്പിളർന്നു കൊലപ്പെടുത്തിയ ശേഷം പുതുച്ചേരിയിലേക്ക് ഒളിവിൽ പോയ ശ്വേതയെ കഠിനമായ തെരച്ചിലിനൊടുവിലാണ് പോലീസ് പൊക്കിയത്. ചോദ്യം ചെയ്യലിൽ ഒട്ടും കുറ്റബോധമില്ലാതെയാണ് ശ്വേത പോലീസിനോട് സംസാരിച്ചത്. എൻ്റെ അമ്മ ഞങ്ങൾക്കൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും നൽകിയിരുന്നില്ല. ഹൈസ്കൂൾ കാലം മുതൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടി പുറത്തിറങ്ങുന്നതുവരെ ഞാനൊരു തടവുകാരിയെപ്പോലെയാണ് ആ വീട്ടിൽ ജീവിച്ചത്. എൻ്റെ കൂട്ടുകാരും സഹപാഠികളും എൻ്റെ അവസ്ഥ കണ്ട് എന്നെ കടുത്ത രീതിയിൽ കളിയാക്കുമായിരുന്നു. മാതാപിതാക്കളും സ്വന്തം സഹോദരിയും കൂടെ ഉണ്ടായിട്ടും ഞാനൊരു അനാഥയെപ്പോലെയാണ് ജീവിച്ചു തീർത്തത്. അമ്മയുടെ കടുപ്പമേറിയ മനോഭാവവും നിയന്ത്രണങ്ങളും എന്നിൽ കടുത്ത വെറുപ്പാണ് നിറച്ചത് എന്നും ശ്വേത പോലീസിനോട് പറഞ്ഞു. തന്റെ ലിവിൻ പങ്കാളിയായ കെന്നത്തിനൊപ്പം ജീവിക്കാൻ വീട്ടുകാർ സമ്മതിക്കാതിരുന്നതും വീട്ടിലെ ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷവുമാണ് 3 പേരെയും ഒന്നിച്ചില്ലാതാക്കാൻ ശ്വേതയെ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച അതീവ ആസൂത്രിതമായാണ് ശ്വേതയും കാമുകൻ കെന്നത്തും ഫ്ളാറ്റിലേക്ക് എത്തിയത്. ഈ സമയം ശ്വേതയുടെ അമ്മ മുത്തുലക്ഷ്മി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. കെന്നത്തിനൊപ്പമുള്ള ജീവിതത്തെ ചൊല്ലി അമ്മയും മകളും തമ്മിൽ കടുത്ത വാക്കുതർക്കമുണ്ടായി. ഇതിനിടയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന വെട്ടുകത്തിയെടുത്ത് ശ്വേതയും കെന്നത്തും ചേർന്ന് മുത്തുലക്ഷ്മിയെ ക്രൂരമായി വെട്ടിക്കൊല്ലുകയായിരുന്നു. കൊലപാതകത്തിനു ശേഷം ഭയന്നു പോകാതെ പുറത്തുപോയ പിതാവും അനിയത്തിയും എത്തുന്നതിന് മുൻപായി പ്രതികൾ ഇരുവരും ബാത്റൂമിൽ കയറി ശരീരത്തിലെയും കത്തിയിലെയും രക്തക്കറ കഴുകിക്കളഞ്ഞു. തുടർന്ന് ഒന്നും അറിയാത്തതുപോലെ വീടിനുള്ളിൽ ഒളിച്ചു. ആദ്യമെത്തിയ അനിയത്തി സുപ്രിയയെ ഇരുവരും ചേർന്ന് വെട്ടിവീഴ്ത്തി. പിന്നാലെ എത്തിയ പിതാവ് സോമസുന്ദറിനെയും അവർ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ സോമസുന്ദർ പ്രാണരക്ഷാർത്ഥം നിലവിളിച്ച് പുറത്തേക്കോടിയെങ്കിലും ഫ്ളാറ്റിന് മുന്നിൽ വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു. അച്ഛന് നിലവിളി കേട്ട അയൽക്കാർ ഓടിക്കൂടുമെന്ന് ഉറപ്പായതോടെ മുൻവശത്തെ വാതിൽ ഉള്ളിൽ നിന്ന് പൂട്ടി. ഫ്ളാറ്റിന്റെ ബാൽക്കണി വഴിയാണ് അതിസാഹസികമായി ശ്വേതയും കെന്നത്തും താഴേക്ക് ചാടി രക്ഷപ്പെട്ടത്. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയ പോലീസ് ശ്വേതയെ പുതുച്ചേരിയിൽ ഒരു ഒളിസംഘത്തിൽ നിന്നും പൊക്കിയെങ്കിലും കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളിയായ ലിവിൻ പാർട്ണർ കെന്നത്തിന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമെന്ന നിലയിൽ സ്വന്തം കുടുംബത്തെ തന്നെ ഇല്ലാതാക്കിയ ശ്വേതയുടെ ക്രൂരത ആധുനിക സമൂഹത്തെ ഒന്നടങ്കം ഞെട്ടിക്കുന്നതാണ്. കടുത്ത നിയന്ത്രണങ്ങളും വീട്ടിലെ ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷവുമാണ് തന്നെ ഈ ദ്രോഹത്തിന് പ്രേരിപ്പിച്ചതെന്ന് പ്രതി അവകാശപ്പെടുമ്പോഴും ഒരു തുള്ളി കണ്ണുനീർ പോലും പൊടിക്കാതെ 24-കാരി നടത്തിയ ആസൂത്രിത കടുത്ത ക്രിമിനൽ മനോഭാവത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 3 പേരുടെ ജീവനെടുത്ത ശ്വേത ഇപ്പോൾ പോലീസിന്റെ പിടിയിലായെങ്കിലും കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളിയായ ലിവിൻ പങ്കാളി കെന്നത്ത് ഇപ്പോഴും ഒളിവിലാണ്. ഇയാൾക്കുള്ള തെരച്ചിൽ പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ ദാരുണമായ കൊലപാതകത്തിന് പിന്നിലെ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് സൂചന.